ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു വീസ് അമേസിംഗ് വേൾഡ്. ഇന്ന് നമുക്ക് മാത്സിൻ്റെ ചാപ്റ്റർ 7 ഇൻസൈഡ് നമ്പേഴ്സിൻ്റെ പാർട്ട് 8 നോക്കാം. വാട്ട് ഈസ് ദ സ്മോളസ്റ്റ് ഫാക്ടർ ഓഫ് 48? വാട്ട് ഈസ് ഇറ്റ്സ് ലാർജസ്റ്റ് ഫാക്ടർ? വാട്ട് ആർ ദ അതർ ഫാക്ടേഴ്സ്? വാട്ട് ഈസ് ദ ടോട്ടൽ നമ്പർ ഓഫ് ഫാക്ടേഴ്സ്? ഒരുപാട് ഫാക്ടേഴ്സ് ക്വസ്റ്റ്യൻ ആണല്ലേ. എന്താണ് ആദ്യം കണ്ടുപിടിക്കേണ്ടത്? വാട്ട് ഈസ് ദ സ്മോളസ്റ്റ് ഫാക്ടർ ഓഫ് 48? ഏത് നമ്പറിൻ്റെ ആണെങ്കിലും സ്മോളസ്റ്റ് ഫാക്ടർ ഏതായിരിക്കും? ലാർജസ്റ്റ് ഫാക്ടർ ഏതാണ്? ഇനി ബാക്കിയുള്ള ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്? മൊത്തം എത്ര ഫാക്ടേഴ്സ് ഉണ്ട്? നമ്മളോട് ചിലരൊക്കെ ഇങ്ങനെ വഴി വെച്ച് കാണുമ്പോൾ ചോദിക്കുന്നത്, മോനിപ്പോൾ എന്തോ ചെയ്യുന്നു, എവിടെ പോകുന്നു, എങ്ങോട്ട് വരുന്നു, ആരൊക്കെ ഉണ്ട് വീട്ടിൽ എന്നൊക്കെ ചോദിക്കുന്ന പോലെ ഒരു ബഞ്ച് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് ഫാക്ടർ ഓഫ് 48നെ പറ്റി ചോദിച്ചേക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ഈ 48ൻ്റെ ഫാക്ടേഴ്സൊക്കെ ഒന്ന് എഴുതി നോക്കാം. 1, 2, 3, 4, 6, 8, 12, 16, 24, 48. ഇതൊക്കെയാണ് 48ൻ്റെ ഫാക്ടേഴ്സ് അല്ലേ. ഇത്രയല്ലേ ഉള്ളൂ? ഇത്രയേ ഉള്ളൂ. ഇനി ഇതിനകത്ത് ഏറ്റവും ചെറിയ ഫാക്ടർ ഏതാണ്? 1. 1 ഈസ് എ സ്മോളസ്റ്റ് ഫാക്ടർ ഓഫ് 48. ഇനി ലാർജസ്റ്റ് ഫാക്ടർ ഏതാണ്? 48. 48 ആണ് ലാർജസ്റ്റ് ഫാക്ടർ. മറ്റ് ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്? 2, 3, 4, 6, 8, 12, 16, 24. ടോട്ടൽ എത്ര ഫാക്ടേഴ്സ് ഉണ്ട്? 1, 2, 3, 4, 5, 6, 7, 8, 9, 10 ഫാക്ടേഴ്സ് ഉണ്ട് 48ന്. ക്ലിയർ ആണല്ലോ? ചെക്ക് വെദർ ഈച്ച് സ്റ്റേറ്റ്മെൻറ്റ് ബിലോ ആർ ട്രൂ ഓർ ഫോൾസ്. താഴെ കൊടുത്തിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണോ തെറ്റാണോ എന്ന് പറയണം. 1 ഈസ് എ ഫാക്ടർ ഓഫ് എവ്രി നമ്പർ. എല്ലാ നമ്പറിൻ്റെയും ഒരു ഫാക്ടറാണ് 1. ശരിയാണോ? അതെ. 1 എന്ന് പറയുന്ന ഏതൊരു നമ്പർ എടുത്താലും 1 ഒരു ഫാക്ടർ ആയിരിക്കും ആ നമ്പറിൻ്റെ. The largest factor of a number is a number itself. ഇനി ഏതെങ്കിലും ഒരു നമ്പർ എടുക്കുക. ഫോർ എക്സാമ്പിൾ 2 ആണ്. 2ൻ്റെ ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്? 1ഉം 2ഉം. ലാർജസ്റ്റ് ഫാക്ടർ ഏതാണ്? 2. ആ നമ്പർ തന്നെയാണ്. അപ്പോൾ ഏതൊരു നമ്പർ എടുത്താലും, ഫോർ എക്സാമ്പിൾ ഇനി നമുക്ക് 2 വേണ്ട, ഇച്ചിരി കൂടെ വലിയ 16 എടുക്കാം. 16ൻ്റെ ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്? 1, 2, 4, 8, 16 അല്ലേ. അപ്പോൾ ഇതിനകത്ത് 16 ആണ് അതിൻ്റെ ഏറ്റവും ലാർജസ്റ്റ് ഫാക്ടർ. അപ്പോൾ ഏതൊരു നമ്പർ എടുത്താലും അതിൻ്റെ ലാർജസ്റ്റ് ഫാക്ടർ എന്ന് പറയുന്നത് ആ നമ്പർ തന്നെയായിരിക്കും. അപ്പോൾ ആ സ്റ്റേറ്റ്മെൻറ്റും കറക്റ്റാണ്. ഓൾ ദ നമ്പേഴ്സ് എക്സെപ്റ്റ് 1 ഹാവ് മോർ ദാൻ 2 ഫാക്ടേഴ്സ്. ഓൾ ദ നമ്പേഴ്സ് എക്സെപ്റ്റ് 1, ഒന്നൊഴിച്ച് ബാക്കിയുള്ള നമ്പേഴ്സിനെല്ലാം മോർ ദാൻ 2 ഫാക്ടേഴ്സ് കാണും. 2 ഫാക്ടറല്ല, 2 ഫാക്ടേഴ്സിൽ കൂടുതൽ കാണുമെന്നാണ് പറഞ്ഞേക്കുന്നത്. കാണുമോ? നിർബന്ധമില്ല. 1ന് ഓക്കെ, 1ന് ഒരു ഫാക്ടറേ ഉള്ളൂ, അത് 1 തന്നെയാണ്. പക്ഷേ 2ന് ഏതൊക്കെയാണ് ഫാക്ടർ ഉള്ളത്? 2ഉം 1ഉം. അതായത് 2ന് 2 ഫാക്ടേഴ്സേ ഉള്ളൂ. മോർ ദാൻ 2 ഫാക്ടേഴ്സ് 2നും ഇല്ല. 3 നോക്കൂ, 3യുടെ ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്? 1ഉം 3ഉം. 3ക്കും 2 ഫാക്ടേഴ്സേ ഉള്ളൂ. മോർ ദാൻ 2 ഫാക്ടേഴ്സ് ഉണ്ടോ? ഇല്ല. അപ്പോൾ ഇവിടെ നമ്മളോട് ചോദിച്ചേക്കുന്നത് എന്താണ്? ഓൾ ദ നമ്പേഴ്സ് എക്സെപ്റ്റ് 1 ഹാവ് മോർ ദാൻ 2 ഫാക്ടേഴ്സ്. അപ്പോൾ ആകെ ഒന്നിനെ ഒഴിച്ച്, ഒന്നെന്ന നമ്പറിനെ ഒഴിച്ച് ബാക്കി എല്ലാ നമ്പറുകൾക്കും 2 ഫാക്ടറിൽ കൂടുതൽ കാണുമോ? ഇല്ല. ദ നമ്പർ ഓഫ് ഫാക്ടേഴ്സ് ഓഫ് ഓൾ നമ്പേഴ്സ് എക്സെപ്റ്റ് 1 ഈസ് ആൻ ഈവൻ നമ്പർ. 1 ഒഴിച്ച് ബാക്കി എല്ലാ നമ്പേഴ്സിൻ്റെയും ഫാക്ടേഴ്സിൻ്റെ എണ്ണം ഈവൻ നമ്പർ ആയിരിക്കും എന്നാണ് പറഞ്ഞേക്കുന്നത്. അതായത് 1ൻ്റെ ഫാക്ടർ 1, ഒരു ഫാക്ടറേ ഉള്ളൂ. അപ്പോൾ അതിന് ഓഡ് നമ്പർ ഓഫ് ഫാക്ടേഴ്സേ ഉള്ളൂ. പക്ഷേ 2 നോക്കൂ, 2ന് ഏതൊക്കെയാണ് ഫാക്ടേഴ്സ്? 2ഉം 1ഉം. ഓക്കെ, 2 എണ്ണം ഉണ്ട്. ഈവൻ നമ്പറാണ് 2ൻ്റെ ഫാക്ടർ. 3യുടെ എടുത്തോ, 3ഉം 1ഉം. 2 എണ്ണം വന്നേക്കുന്ന ഈവൻ നമ്പറാണ്. 4 എന്നെടുത്ത് നോക്കിയേ, 4ൻ്റെ ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്? 1, 2, 4 അല്ലേ, 3 എണ്ണമാണ്. അതൊരു ഓഡ് നമ്പറാണ്. അപ്പോൾ ഒന്നൊഴിച്ച് ബാക്കിയുള്ള എല്ലാ നമ്പറിൻ്റെയും ഫാക്ടറുകളുടെ എണ്ണം ഈവൻ ആണെന്ന് പറയുന്നത് ശരിയാണോ തെറ്റാണോ? തെറ്റാണ്. 1 ഈസ് എ ഒൺലി നമ്പർ ഹാവിങ് 1 ഫാക്ടർ. അത് ട്രൂ ആണ്. 1ന് മാത്രമാണ് ഒരൊറ്റ ഫാക്ടർ ഉള്ളത്. കാരണം ബാക്കി ഏത് നമ്പറാണെങ്കിലും അതിന് 2 ഫാക്ടേഴ്സ് മിനിമം കാണും. ഒന്ന് ആ 1 എന്നുള്ള ഫാക്ടറും രണ്ടാമത്തെ ആ നമ്പർ തന്നെ എന്നുള്ളത്. പക്ഷേ 1ൻ്റെ കാര്യത്തിൽ 1ഉം ആ നമ്പർ തന്നെ എന്ന് പറയുന്നതും 1 തന്നെ ആയതുകൊണ്ട് 1ന് ഒരൊറ്റ ഫാക്ടറേ ഉള്ളൂ. അപ്പോൾ 1 ഈസ് എ ഒൺലി നമ്പർ ഹാവിങ് 1 ഫാക്ടർ. വിത്തൗട്ട് ഡിവിഷൻ, ഫ്രം ദ നമ്പേഴ്സ് ബിലോ പിക്ക് ഔട്ട് ദോസ് ഫോർ വിച്ച് 10 ഈസ് എ ഫാക്ടർ, ദോസ് വിച്ച് ഇസ് 5 ഈസ് എ ഫാക്ടർ ആൻഡ് ദോസ് ഫോർ വിച്ച് 2 ഈസ് എ ഫാക്ടർ. റൈറ്റ് ദം ഇൻ ദ സർക്കിൾ. എന്താ പറഞ്ഞേക്കുന്നത്? താഴെ കുറച്ച് നമ്പേഴ്സ് കൊടുത്തേക്കുന്നുണ്ടോ? 50, 18, 45, 40 എക്സെട്ര അങ്ങനെ കൊടുത്തേക്കുന്നുണ്ടോ? അതുപോലെ താഴെ കുറച്ച് 3 സർക്കിൾ കൊടുത്തേക്കുന്നുണ്ടോ? അപ്പോൾ ആ സർക്കിളിൻ്റെ താഴെ എഴുതിയിട്ടുണ്ട്. ആദ്യത്തെ സർക്കിളിൻ്റെ താഴെ നമ്പർ വിത്ത് 10 ആസ് എ ഫാക്ടർ. 10 ഫാക്ടറായിട്ട് വരുന്ന നമ്പറുകളെല്ലാം ആദ്യത്തെ വട്ടത്തിൽ എഴുതുക.
നമ്പർ വിത്ത് 5 ആസ് എ ഫാക്ടർ. 5 ഫാക്ടറായിട്ട് വരുന്ന നമ്പറുകളെല്ലാം രണ്ടാമത്തെ വട്ടത്തിൽ എഴുതുക. നമ്പേഴ്സ് വിത്ത് 2 ആസ് എ ഫാക്ടർ, 2 ഫാക്ടറായിട്ട് വരുന്ന നമ്പറുകളൊക്കെ മൂന്നാമത്തെ വട്ടത്തിലും എഴുതുക. ഒന്ന് എഴുതി നോക്കിയാലോ. ആദ്യം നമ്പേഴ്സ് വിത്ത് 10 ആസ് എ ഫാക്ടർ നോക്കാം. ഏതൊക്കെ നമ്പേഴ്സ് ഉണ്ട്? 50. 5 ഇൻറ്റു 10 50 ആണ്. അപ്പോൾ 10 50യുടെ ഒരു ഫാക്ടറാണ്. ഓക്കെ, ഇനി അടുത്തത് 40. 40യും 10 ഒരു ഫാക്ടറായിട്ടുള്ള നമ്പറാണ്. 70, 20, 10 ഇതൊക്കെയാണ് ഈ കൂട്ടത്തിലുള്ള നമ്പറിൽ 10 ഫാക്ടറായിട്ട് വരുന്ന നമ്പേഴ്സ്. ഇനി അടുത്ത് നോക്കാം. അടുത്ത സർക്കിളിൽ നമുക്ക് നമ്പേഴ്സ് വിത്ത് 5 ആസ് എ ഫാക്ടർ, 5 ഫാക്ടറായിട്ട് വരുന്ന നമ്പർ നോക്കാം. ഏതൊക്കെയാണ്? 50, 45, 40, 70, 20, 25, 10, 5 ഇതൊക്കെയാണ് 5 ഫാക്ടറായിട്ട് വരുന്ന നമ്പേഴ്സ്. ഇനി അടുത്തത് നോക്കാം. നമ്പേഴ്സ് വിത്ത് 2 ആസ് എ ഫാക്ടർ ഏതൊക്കെയാണ്? 50, 18, 40, 28, 14, 17, 12, 26, 8 and 10 2 ഫാക്ടറായിട്ട് വരുന്ന നമ്പേഴ്സാണ്. വാട്ട് ഈസ് എ പെക്യൂലിയാരിറ്റി ഓഫ് നമ്പേഴ്സ് ഇൻ ഈച്ച് സർക്കിൾ? ഓരോ സർക്കിളിലും ഉള്ള നമ്പേഴ്സിൻ്റെ പ്രത്യേകത എന്താണെന്നാണ് നോക്കട്ടെ. ഈസ് ദിസ് ട്രൂ ഫോർ അതർ നമ്പേഴ്സ് ഫോർ വിച്ച് 10, 5, 2 ഈസ് എ ഫാക്ടർ? ചെക്ക് ഇറ്റ് ഔട്ട്. ഈ പറഞ്ഞേക്കുന്നത് നോക്കൂ, ഈ 10 ആസ് എ ഫാക്ടറായിട്ട് വന്നേക്കുന്ന നമ്പേഴ്സ്, അതായത് ആദ്യം കിടക്കുന്നതാണ് 70, 20, 10, 50, 40. ഇതിൻ്റെ ഡിജിറ്റിൻ്റെ വൺസ് പ്ലേസിൽ എന്താണ് വന്നേക്കുന്നത്? 0. കണ്ടോ, 10 ഫാക്ടറായിട്ട് വരുന്നതിൻ്റെ എല്ലാത്തിൻ്റെയും ഡിജിറ്റിൻ്റെ വൺസ് പ്ലേസിൽ വന്നേക്കുന്നത് 0 ആണ്. ഇനി 5 ഫാക്ടറായിട്ട് വരുന്നതിൻ്റെ ഡിജിറ്റിൻ്റെ വൺസ് പ്ലേസിൽ ഏതൊക്കെ നമ്പേഴ്സാണ് വന്നേക്കുന്നത്? 5 ഫാക്ടറായിട്ട് വരുന്നത് 50, 45, 40, 70, 25, 10, 5 ഒക്കെ വരുന്നത്. അതിൻ്റെ എല്ലാത്തിൻ്റെയും യൂണിറ്റ് പ്ലേസിൽ ഒന്നുകിൽ 0 വരുന്നുണ്ട്, അല്ലെങ്കിൽ 5 വരുന്നുണ്ട്, അല്ലേ? ഇനി 2 ആസ് എ ഫാക്ടർ വരുന്നതിൻ്റെ യൂണിറ്റ് പ്ലേസിൽ ഏതൊക്കെ നമ്പറാണ് വരുന്നത്? 0 വരുന്നുണ്ട്, 2 വരുന്നുണ്ട്, 0, 2, 6, 8, അല്ലേ? 0, 2, 4, 6, 8 അതായത് ഈവൻ നമ്പേഴ്സ് എല്ലാം വരുന്നുണ്ട്. 0യും വരുന്നുണ്ടെങ്കിൽ അത് 2ൻ്റെ ഫാക്ടറാണെന്ന് പറയാം. അപ്പോൾ ഇതിൽ നിന്ന് എന്ത് നമ്മൾ പഠിച്ചു? 10ൻ്റെ ഫാക്ടർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ യൂണിറ്റ് പ്ലേസിൽ 0 വരുവാണെങ്കിൽ അതൊരു 10ൻ്റെ ഫാക്ടർ ആയിരിക്കും. 5ൻ്റെ ഫാക്ടർ ആണോ എന്നറിയാൻ ഏതെങ്കിലും ഒരു നമ്പറിൻ്റെ യൂണിറ്റ് പ്ലേസിൽ 0യും 5യും വന്നു കഴിഞ്ഞാൽ അത് ഒരു 5ൻ്റെ ഫാക്ടറാണെന്ന് പറയാം. ഇനി 2ൻ്റെ ഫാക്ടർ ആണോ എന്ന് പറയാനായിട്ട് നമ്പറിൻ്റെ വൺസ് പ്ലേസിൽ വന്നേക്കുന്ന നമ്പേഴ്സ് ഏതൊക്കെ ആയിരിക്കണം? 0, 2, 4, 6, 8 ഈ നമ്പേഴ്സ് വരുവാണെങ്കിൽ അത് 2ൻ്റെ ഫാക്ടറാണെന്ന് പറയാം. അപ്പോൾ ഇപ്പം നമുക്ക് 10ൻ്റെ ഫാക്ടറും 5ൻ്റെ ഫാക്ടറും 2ൻ്റെ ഫാക്ടറും ആണോ ഒരു സംഖ്യ എന്ന് തന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കണ്ടുപിടിക്കുന്ന ഈസി ട്രിക്ക് നമുക്ക് മനസ്സിലായിട്ടുണ്ട്, അല്ലേ? അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ പാർട്ട് നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. Thank you for watching.